ഈ UPA റൈറ്റ് ടു ഫുഡ് കൊണ്ടുവന്നല്ലോ, ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു കാൽവയ്പ്പാണ്. പക്ഷേ അതൊരു രണ്ടാം തരം പരിഹാരമാണ്. കാരണം അവിടെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനൊന്നുമില്ല. ഊണ് കഴിക്കാനായിട്ട് കുറച്ച് സബ്സിഡി തരും എന്നുള്ളത്. പക്ഷേ ദാറ്റ് കുറേയെങ്കിലും ദരിദ്ര വിഭാഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് സാധിച്ചു. അത് NDA ഗവൺമെൻറ് ഇതേവരെ തൊട്ടിട്ടില്ല. കോവിഡ് കാലത്ത് അത് കുറച്ച് ഫ്രീ ആയിട്ടും കൊടുത്തു. അപ്പോൾ അവർക്കും മനസ്സിലായി ഇപ്പോൾ ഈ ഒരു വലിയൊരു വോട്ട് ബാങ്കിനെ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുതരം വെൽഫെയറിസം ആണ് ഈ രാജ്യത്തെ പിടിച്ചു നിർത്തുന്നത്. അതാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഇന്നും നമ്മൾ അതിൽ ബഡ്ജറ്റിൽ എപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ റെസ്ട്രിക്ഷൻസൊക്കെ കുറയ്ക്കുക. ലേബർ കോഡ് കൊണ്ടുവന്നിട്ട് സമയപരിധി എടുത്തു കളയുക. നിർബന്ധമായിട്ടുള്ള 20 ആളുകൾ വരെയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ബോണസ് കൊടുക്കണമെന്നില്ല, മറ്റ് സോഷ്യൽ സെക്യൂരിറ്റി വേണമെന്നില്ല. അങ്ങനെയുള്ള കുറേ സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കുന്നു എന്ന പേരും പറഞ്ഞ ഒരുപാട് എക്സംഷൻസ് കൊണ്ടുവരിക. അങ്ങനെ ലേബർ കോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം പഴയ തരത്തിലുള്ള ഒരു എങ്ങനെ വേണമെങ്കിലും മുതലാളിമാർക്ക് തൊഴിലാളികളെ വിനിയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി, ഗോയിങ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ബഡ്ജറ്റ് ഇറ്റ് സെൽഫ് റിഫ്ലെക്ട്സ് ദി ബയസസ് ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് ഐഡിയോളജി. പക്ഷേ ജനങ്ങളെ പിടിച്ചു നിർത്താനായിട്ട് ഒരു കമ്മ്യൂണൽ അജണ്ട കൊടുക്കുന്നു. അതിൻ്റെ പേരിൽ അവർ ബഹളം വയ്ക്കുന്നു, കൂട്ടത്തല്ലുണ്ടാക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, വികാരം കൊള്ളുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സുകാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, ആ സാമ്പത്തികമായിട്ടുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. സോ അങ്ങനെ ഒരു 2 ട്രാക്ക്. നേരത്തെ ഇങ്ങനൊരു പോളിസി UPAക്ക് അഭികാമ്യമായിരുന്നില്ല. അവർക്ക് കമ്മ്യൂണൽ അജണ്ട ഇല്ലായിരുന്നല്ലോ. അതാണല്ലോ ഇവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. എക്കണോമിക് പോളിസിയിലല്ല അവരുടെ വ്യത്യാസം, സോഷ്യൽ പോളിസിയിലാണ് അവരുടെ വ്യത്യാസം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഈ പറഞ്ഞ മാതിരി പ്രത്യേകിച്ചും പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ, യൂറോപ്പിലും അമേരിക്കയിലും ഒരു തീവ്രമായിട്ടുള്ള ഒരു നമ്മുടെ കമ്മ്യൂണൽ അജണ്ടയുടെ ഒരു വേറൊരു പതിപ്പ്, ആൻറ്റി മൈഗ്രേഷൻ, ആൻറ്റി നോൺ വൈറ്റ് പോപ്പുലേഷൻ, പിന്നെ ഗോയിങ് ബാക്ക് ടു ഏർലിയർ റൈറ്റ് വിങ് പോളിസീസ്, ആൻറ്റി സെമറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഗോള പശ്ചാത്തലവും കൂടി അതിന് സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മാത്രമേ